ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഞാനിവിടെ ഒരു നല്ലൊരു വീഡിയോ ആണ് ചെയ്യുന്നത്. ഒരുപാട് പേർക്കത് പ്രയോജനപ്പെടും. പിന്നെ എന്ന് വെച്ചാൽ എന്നെപ്പോലുള്ള വ്യക്തികളെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്നെപ്പോലുള്ള വ്യക്തികൾക്ക് നിങ്ങൾ കാണുന്ന ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ചില ആൾക്കാർ കാണാത്തവരുണ്ടല്ലോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് മൂന്ന് പേരെന്നോട് ഇങ്ങനെ ഫോൺ ചെയ്ത് ചോദിച്ചു, ചേച്ചി ഈ എങ്ങനെയാണ് ചേച്ചിയുടെ ഈ ആർട്ടിഫിഷ്യൽ ലിംബ് വെക്കുന്നത്, അതൊന്ന് കാണിക്കുമോ എന്നൊക്കെ ചോദിച്ച് വിളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ ആൾക്കാർക്ക് മിസ്റ്റേക്ക് ഉള്ളൊരു കാര്യമുണ്ട്, അതും കൂടെ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് ഒന്ന് ശ്രദ്ധിക്കുക. ഈ രണ്ട് കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ആദ്യമായി ഞാൻ തന്നെയാണ് വീഡിയോ എടുക്കുന്നത്, അതുകൊണ്ട് അതിൻ്റേതായ കുറച്ച് ഡിഫക്ട്സ് ഒക്കെ ഉണ്ടാകും കേട്ടോ. ഞാൻ എൻ്റെ കാലിൻ്റെ ഭാഗം കാണിക്കാം, എന്നിട്ട് അതായിരിക്കാം. ഇത് കണ്ടോ, ഇതാണ് എൻ്റെ കാല് കട്ട് ചെയ്താണ് ഈ കാണുന്നത്. കട്ട് ചെയ്തിട്ട് ഇത് ഞാനൊരു ഇതിട്ടിരിക്കുന്നതാണേ, ലൈനർ ഇടും. ഈ ലൈനർ ഇട്ടില്ലെങ്കിൽ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഭയങ്കര വേദനയായിരിക്കും കാലിന്. അതാണ് ഈ ലൈനർ നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ ഇതാണ് ഞാൻ ഉപയോഗിക്കുന്ന ആർട്ടിഫിഷ്യൽ ലിംബ് എന്ന് പറയുന്ന സംഭവം. ഇതാണ് കേട്ടോ, ഇതാണ് ഞാനിതിൽ വെക്കുന്നത്. അപ്പോൾ ഈ ലൈനർ ഇട്ടതിന് ശേഷം നമ്മളിത് വെച്ചിട്ട് ഇങ്ങനെ വെച്ച് ഇങ്ങനെ കയറ്റിയിടും. ഇത്രയേ ഉള്ളൂ ഇതിന് സംഭവം. ഇതിവിടെ കയറ്റി നമ്മൾ ഇതാണ് ഈ ബെൽറ്റ് ഇങ്ങനെ കയറ്റിയിട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കാലിതാക്കി കഴിഞ്ഞാൽ നമുക്ക് നോർമലായിട്ട് നടക്കാം, ഒരു പ്രോബ്ലവും ഇല്ലാതെ നമ്മളിങ്ങനെ വെച്ചാണ് ഞാൻ ഡാൻസൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇതിങ്ങനെ നടക്കുക, സാധാരണ നമ്മൾ നടക്കുന്ന പോലെയൊക്കെ നടക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാനത് വെച്ചിട്ടാണ് ഈ ഡാൻസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഞാൻ ഒറ്റയ്ക്കാണ് വീഡിയോ എടുക്കുന്നത്, അതുകൊണ്ടൊരു ഇതുള്ള വരുന്നതാണേ. അപ്പം ഇത് നമ്മൾ ഞാൻ 4 മാസം ബെഡ് റെസ്റ്റ് ആയിരുന്നു ആക്സിഡൻറ്റ് കഴിഞ്ഞിട്ട്. പിന്നെ 6 മാസം കഴിഞ്ഞ് ഇതിനകത്ത് നമ്മൾ ഗ്രാഫ്റ്റ് വെച്ചിരിക്കുകയാണ് കാലിൻ്റെ സൈഡിൽ. അപ്പോൾ ഈ ഗ്രാഫ്റ്റ് തുടങ്ങിയതിന് ശേഷമേ നമുക്കിത് വെക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ കാരണം 6 മാസം ആയപ്പോൾ ഞാനിത് യൂസ് ചെയ്യാൻ തുടങ്ങിയതാണ്. പിന്നെ ഇത് യൂസ് ചെയ്യുന്നതിന് മുമ്പുള്ള ഒരു കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ എൻ്റെ ഈ വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്ക് ഉള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിലിടണം, ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യണം കേട്ടോ. പിന്നെ ഇതിന് മുമ്പ് നമ്മളിതിനെ നോർമലി നടക്കുന്ന ഒരു മനുഷ്യൻ പെട്ടെന്നൊരു ആക്സിഡൻറ്റ് വന്നു, അല്ലെങ്കിൽ ഷുഗർ വന്നു ഒക്കെ വന്ന് നമ്മൾ കാല് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയുടെ ബാലൻസ് പോകും. നമ്മൾ പിന്നെ ഒരു വശത്തോട്ട് ആണ് ഇപ്പം ഞാൻ 64 കിലോ ഉണ്ട്. 64 കിലോയുടെ ഒരു ഭാഗത്ത് നിന്ന് അങ്ങ് പോകുമ്പോൾ എനിക്ക് അങ്ങനെ പിന്നെ ബോഡിക്ക് ബാലൻസ് ഇല്ല. നമ്മുടെ കാലിലാണ് നമ്മൾ ബാലൻസ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്യുന്നത്, സ്വാഭാവികമായിട്ട് ആൾക്കാരെന്ത് ചെയ്യും, ഇങ്ങനെയുള്ളവർ പിന്നെ കയ്യിൽ ബാലൻസ് കൊടുക്കാൻ തുടങ്ങും. അപ്പോൾ നടക്കുന്നതിന് മുമ്പ് ഏറ്റവും കൂടുതൽ തെറ്റതാണ്. അങ്ങനെ കയ്യിൽ ബാലൻസ് കൊടുത്ത് നടക്കുന്നതിന് മുമ്പ് നമ്മൾ ഉപയോഗിക്കേണ്ട സാധനം, എല്ലാവരും ഈ വാക്കറാണ് ഉപയോഗിക്കുന്നത്, വാക്കർ. അപ്പോൾ അത് ആകുമ്പോൾ ഇങ്ങനെ അങ്ങ് കടന്നാൽ മതി, വാക്കറിലോട്ട് കമന്ന് നിന്നുകൊണ്ട് ചട്ടി നടക്കും. പക്ഷേ അങ്ങനെ ചെയ്യുന്നത് തെറ്റാണ്. ഇടയ്ക്ക് ഇതായിപ്പോയതാ. പിന്നെ അതിന് പകരം വാക്കറിന് പകരം നമ്മൾ ഇതുപോലത്തെ സ്റ്റിക്ക് ഉപയോഗിക്കണം, മനസ്സിലായല്ലോ. ഈ സ്റ്റിക്ക് ഉപയോഗിച്ചിട്ട് വേണം ചെയ്യാൻ. വാക്കറിൽ നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ജീവിതത്തിൽ ഇങ്ങനെ എഴുന്നേറ്റ് നടക്കാൻ പറ്റത്തില്ല, നമ്മുടെ ബാലൻസ് കിട്ടത്തില്ല. നമ്മുടെ ശരീരം മുഴുവൻ വാക്കറിലോട്ടാണ് കിടക്കുന്നത്. നമ്മൾ ഈ സ്റ്റിക്ക് ഉപയോഗിച്ച് നമ്മൾ ഇങ്ങനെ കൈയിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പുറത്തെ ഒരു വടിയുള്ളൂ എൻ്റെ കയ്യിൽ, മറ്റേ ഞാൻ ഉപേക്ഷിച്ചാൽ കേട്ടോ. 2 കയ്യിൽ നമ്മളിത് കൊടുത്തുകൊണ്ട് നമ്മൾ നടക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ അപ്പം നമ്മുടെ ബോഡി സ്റ്റേണായിട്ട് കിട്ടും. അങ്ങനെ ഇത് വെച്ചിട്ട് വേണം ശരിക്കും നമ്മൾ നടക്കാൻ പഠിക്കാൻ. വാക്കറിൽ നടന്നു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് ഒരിക്കൽ പോലും പിന്നെ നേരെ നിന്ന് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. നമ്മളിതൊക്കെ രണ്ടാമത് ഒരു ജീവിതം പോയിട്ട് നമ്മൾ രണ്ടാമത് ഉയർത്ത് വരുന്നതാണ്. അപ്പോൾ ആ ഉയർത്ത് വരുമ്പോൾ നമ്മൾ ആദ്യത്തെ പോലെ തന്നെ എല്ലാം സ്റ്റാർട്ട് ചെയ്യണം. അതാണ് ഒരു കുഞ്ഞ് നടക്കാൻ പഠിക്കുന്ന അതേ രീതിയിൽ തന്നെ വേണം ഇതുപോലെയൊക്കെ സംഭവിച്ചവർക്ക് പിന്നെ ജീവിതത്തിലേക്ക് വരാൻ. അതുകൊണ്ട് ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നുള്ള കാര്യം പറയാണ്, ആരും വാക്കറിൽ നടക്കരുത്, ഇതുപോലത്തെ സ്റ്റിക്ക് തന്നെ ഉപയോഗിക്കുക. ആ സ്റ്റിക്ക് വെച്ച് നമ്മൾ 2 കൈക്കും ബാലൻസ് കൊടുത്ത് നടന്ന് കഴിയുമ്പം നമ്മുടെ ഒരു കാലാണ് മുറിച്ചെങ്കിലും ഒന്നാണ് രണ്ടാണ്, ആ
പിന്നെ നമ്മൾ ആ കാല് ഈ ആർട്ടിഫിഷ്യൽ ലിംബ് വെച്ച് കഴിയുമ്പോൾ ഈ വടിയെ തന്നെ നമ്മൾ വീണ്ടും നടക്കാൻ പഠിക്കണം. അങ്ങനെ നടന്ന് കഴിഞ്ഞ് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ പിന്നെ ഒരു കാലാണ് മുറിച്ചവർക്ക് ഒരു വടി നമുക്ക് കളയാൻ പറ്റും. അതായത് ഇപ്പോൾ എൻ്റെ ഇടത് കാലാണ് മുറിച്ചത്. അപ്പം ഞാൻ നടക്കുമ്പോൾ വലത് കയ്യിൽ വേണം ഈ സ്റ്റിക്ക് ഉപയോഗിക്കാൻ. വലത് കാലിന് സപ്പോർട്ട് കൊടുക്കുക. അത് ഈ സ്റ്റിക്കിൽ നമ്മൾ കൊടുത്തുകൊണ്ട് അടുത്ത ഈ കാലൻസിനെ നമ്മൾ ബാലൻസ് ആക്കി നടന്ന് നടന്ന് പഠിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ടുള്ള ജീവിതത്തിൽ നടക്കാൻ സാധിക്കത്തുള്ളൂ. പിന്നെ വാക്കരെ നടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, എനിക്കറിയാം. അവരെല്ലാവരും പറയുന്നത് ഇതൊരു സൗകര്യത്തിൽ അങ്ങ് നടന്നു എന്നാണ് പറയുന്നത്. പക്ഷേ തെറ്റാണ്. അങ്ങനെ ഡോക്ടേഴ്സ് പറയുന്നുണ്ടെങ്കിൽ തന്നെ എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുകയാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് ഷെയർ ചെയ്ത് കൊടുത്ത് ഈ അനുഭവം അവരെ ഒന്ന് കാണിച്ചു കൊടുക്കണം കേട്ടോ.